ഗുഡ് ഡേ ഓൾ. എല്ലാവർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് ഓസിലേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററാണ്. നമ്മുടെ NCERTയിലെ പാർട്ട് 2-ൽ വരുന്നൊരു ചാപ്റ്ററാണ്, +1 ചാപ്റ്ററാണ്. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. സോ നമ്മൾ ഓസിലേഷൻ എന്നൊരു ചാപ്റ്റർ നമ്മൾ എടുക്കുമ്പം അതിൻ്റെ ഫസ്റ്റ് ടോപ്പിക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ടോപ്പിക്കാണ് പീരിയോഡിക് മോഷൻ. എന്താണ് പീരിയോഡിക് മോഷൻ എന്നുള്ള ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരുന്നാലേ ഈ ചാപ്റ്റർ മുന്നോട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ ഫസ്റ്റ് ടോപ്പിക് ഈസ് പീരിയോഡിക് മോഷൻ. പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് ഇൻ്റർവെൽ ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഷനെയാണ് നമ്മൾ പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് എർത്തിൻ്റെ റൊട്ടേഷൻ എടുക്കാം. നമുക്കറിയാം എർത്ത് ഒരു 24 hours റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞ് എർത്ത് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യും. വീണ്ടും എർത്ത് ഈ റൊട്ടേഷൻ എന്ത് ചെയ്യും? ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. എല്ലാ 24 hours എർത്ത് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. പിന്നെയും ഈ റൊട്ടേഷൻ എർത്ത് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെ നമുക്കൊരു പീരിയോഡിക് മോഷനാണ് കാണുന്നത്. കാരണം എല്ലാ 24 മണിക്കൂറിലും ആ മോഷൻ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ മോഷൻ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് ആ റിപ്പീറ്റ് ചെയ്യുന്നത് ഒരു ഫിക്സഡ് ഇൻ്റർവെല്ലാണ്. ഇപ്പോൾ ഒരു 24 hours അത് റിപ്പീറ്റ് ചെയ്യുന്നു, വീണ്ടും ഒരു 24 hours റിപ്പീറ്റ് ചെയ്യുന്നു. സോ കണ്ടിന്യൂസ് ആയിട്ട് ആ ഇൻ്റർവെൽ എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. ഒരു ഫിക്സഡ് ടൈം പീരീഡിലായിരിക്കും ഈ റൊട്ടേഷൻ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഈ റൊട്ടേഷൻ കണ്ടിന്യൂ ചെയ്യാനായി എടുക്കുന്ന ആ ഒരു ഫിക്സഡ് ടൈമിനെ നമ്മൾ വിളിക്കുന്ന ടൈം ഇൻ്റർവെലിനെ നമ്മൾ പറയുന്ന പേരാണ് ടൈം പീരീഡ്. ആ ടൈം പീരീഡിനെ നമ്മൾ ക്യാപിറ്റൽ T കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് സെക്കൻഡ് സ്ലൈഡിലോട്ട് പോകുമ്പോൾ നമുക്കത് കാണാനായിട്ട് പറ്റും. നോക്കിയേ, ഏതെങ്കിലും ഒരു ഫിക്സഡ് ഇൻ്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഷനാണ് പീരിയോഡിക് മോഷൻ. ഈ റിപ്പീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന ടൈമിനെ വിളിക്കും ടൈം ഇൻ്റർവെൽ. ഇതിനെ ക്യാപിറ്റൽ T കൊണ്ടായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടൈം പീരീഡ് യൂഷ്വലി മെഷർ ചെയ്യുന്നത് സെക്കൻഡിലാണ്. അപ്പോൾ ഈ ടൈം പീരീഡ് അറിഞ്ഞിരിക്കുമ്പം ഈ ടൈം പീരീഡിൻ്റെ റെസിപ്രോക്കൽ റിലേറ്റഡ് ക്വാണ്ടിറ്റിയും കൂടെ നമ്മൾ അറിയണം. ടൈം പീരീഡിൻ്റെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 1/T നമ്മൾ പറയുന്ന പേരാണ് ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ ഈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ടൈം പീരീഡിൻ്റെ റെസിപ്രോക്കലാണ്. സോ ഫ്രീക്വൻസി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ന്യൂ ആണ്. ന്യൂ ഒരു V എഴുതി മുകളിൽ ന്യൂ. അപ്പോൾ ന്യൂ എന്ന് പറയുന്നത് ടൈം പീരീഡിൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് റേസ് ടു -1. സെക്കൻഡ് റേസ് ടു -1 ആയിരിക്കും ഇതിൻ്റെ യൂണിറ്റ്. അപ്പം നമ്മൾ ഫ്രീക്വൻസിയെ ടൈം പീരീഡിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നു. യൂണിറ്റ് സെക്കൻഡ് റേസ് ടു -1. നമ്മൾ വേറൊരു യൂണിറ്റ് ഇവിടെ യൂസ് ചെയ്യും, കപ്പിൾ പെർ സെക്കൻഡ്, CPS. അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റിൻ്റെ നെയിമിലും ഇതിൻ്റെ യൂണിറ്റ് അറിയപ്പെടും, ഹെർട്സ്. ഹെൻറിച്ച് ഹെർട്സ് എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റിനെ ഓണർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫ്രീക്വൻസിക്ക് യൂസ് ചെയ്യുന്ന യൂണിറ്റാണ് ഹെർട്സ്. സോ 3 യൂണിറ്റ്സ് ആണ് മെയിനായിട്ടും ഫ്രീക്വൻസിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. 1/second ഓർ സെക്കൻഡ് റേസ് ടു -1, CPS സൈക്കിൾസ് പെർ സെക്കൻഡ്, ആൻഡ് ഫൈനൽ വൺ ഈസ് ഹെർട്സ്. ഈ 3 യൂണിറ്റ്സ് ആണ് നമ്മൾ ഫ്രീക്വൻസിക്ക് യൂസ് ചെയ്യുന്നത്. ഇത് റിലേറ്റഡ് ഒരു പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ടൈം പീരീഡ് പറഞ്ഞപ്പോൾ ഫ്രീക്വൻസിയും പറഞ്ഞത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ പീരിയോഡിക് മോഷന് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മൾ എല്ലാ പ്ലാനറ്റ്സും നോക്കിയാൽ നമ്മളുടെ സണ്ണിന് ചുറ്റും എല്ലാ പ്ലാനറ്റ്സും റിവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്ലാനറ്റ്സിൻ്റെ എല്ലാവരുടെയും റെവല്യൂഷൻ ഒരു പീരിയോഡിക് മോഷനാണ്. നമ്മളുടെ തന്നെ പ്ലാനറ്റായ എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? സണ്ണിനെ റിവോൾവ് ചെയ്യുന്നുണ്ട്. അത് ഒരു പീരിയോഡിക് മോഷനാണ്. അതിന് നമ്മൾ എടുക്കുന്ന ടൈം നമുക്ക് എല്ലാവർക്കും അറിയാം, 365 and 1/4 days or 365.25 days. ഇത്രയും ടൈം കൊണ്ടാണ് എർത്ത് എന്ത് ചെയ്യുന്നത്? ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ എർത്തിൻ്റെ റെവല്യൂഷൻ എന്ന് പറയുന്നത് 365 and 1/4 days ആണ്, അല്ലെങ്കിൽ 365.25 days ആണ്. ഇതാണ് നമ്മുടെ എർത്തിൻ്റെ റെവല്യൂഷൻ്റെ കേസിലെ ടൈം പീരീഡ്. കാരണം ഇത് റിപ്പീറ്റ് ചെയ്യും. ഒരു 365.25 എർത്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഈ മോഷൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അടുത്തൊരു 365.25 അല്ലെങ്കിൽ
and 1/4 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഈ ഒരു റെവല്യൂഷൻ എർത്ത് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ എർത്തിൻ്റെ റെവല്യൂഷൻ എന്താണ്? പീരിയോഡിക് ആണ്. അതുപോലെ എല്ലാ പ്ലാനറ്റ്സിൻ്റെയും റെവല്യൂഷൻ പീരിയോഡിക് ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് മെർക്കുറിയുടെ കേസാണ്. എർത്തിനോട് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള പ്ലാനറ്റായ മെർക്കുറിയും 87.97 ഡേയ്സ് കൊണ്ട് ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു, വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നു. സോ അതിൻ്റെ ടൈം പീരീഡ് 87.97 ഡേയ്സ് ആണ്. നെക്സ്റ്റ് എക്സാമ്പിളിന് പറയുന്നത് എർത്തിന് ചുറ്റും നമ്മുടെ മൂൺ റിവോൾവ് ചെയ്യുന്നത്. എർത്തിൻ്റെ നാച്ചുറൽ സാറ്റലൈറ്റ് ആയിട്ടുള്ള മൂൺ റിവോൾവ് ചെയ്യാൻ 27.3 ഡേയ്സ് എടുക്കും. വീണ്ടും 27.3 ഡേയ്സ് ആകുമ്പോൾ ഈ റൊട്ടേഷൻ കംപ്ലീറ്റ് ആവുന്നു. സോ ഈ 27.3 ആണ് ഇവിടുത്തെ ടൈം പീരീഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഹാലീസ് കൊമറ്റ് നമ്മൾ കേട്ടിട്ടുണ്ട്, സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നൊരു കൊമറ്റാണ് ഹാലീസ് കൊമറ്റ്. അപ്പോൾ ഈ ഹാലീസ് കൊമറ്റ് എർത്തിലേക്ക് വൺസ് ഇൻ 76 ഇയേഴ്സ്, എല്ലാ 76 വർഷം ആകുമ്പോഴും അത് എർത്തിൻ്റെ സർഫസിലേക്ക് എത്തിച്ചേരും. സോ ഇവിടുത്തെ ടൈം പീരീഡ് 76 ഇയേഴ്സ് ആണ് കേട്ടോ. 1986 ലാസ്റ്റ് ഹാലീസ് കൊമറ്റ് എർത്തിൽ എത്തിച്ചേർന്നത്. സോ ഹാലീസ് കൊമറ്റ് 76 ഇയേഴ്സ് എടുത്തിട്ടാണ് എർത്തിലേക്ക് എത്തുന്നത്. വീണ്ടും അടുത്ത 76 ഇയേഴ്സ് എടുക്കുമ്പോൾ ഹാലീസ് കൊമറ്റ് എർത്ത് സർഫസിലേക്ക് വരും. ഓക്കെ, ഇനി നമുക്ക് നോക്കിയാൽ നമ്മുടെ ക്ലോക്കിലെ ഹാൻഡ്സ്. ക്ലോക്കിൽ നമ്മളിപ്പോൾ സെക്കൻഡ് സൂചിയുണ്ട്, മിനിറ്റ് സൂചിയുണ്ട്, അവർ സൂചിയുണ്ട്. ഇവരെല്ലാവരും പീരിയോഡിക് ആയിട്ടാണ്. അത് കാരണം അവരൊരു മോഷൻ കംപ്ലീറ്റ് ചെയ്താൽ വീണ്ടും അവർ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? ആ മോഷൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചുറ്റും കാണുന്ന കുറച്ച് പീരിയോഡിക് മോഷനാണ് നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത്. ഫൈനൽ വൺ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹാർട്ട് ബീറ്റ്. നമ്മുടെ ഹാർട്ട് ബീറ്റ് ഓരോ 0.8 സെക്കൻഡിലും ഹാർട്ട് ബീറ്റ് എന്ത് ചെയ്യും? പീരിയോഡിക് ആയിട്ട് ഈ ഒരു ടൈം ഇൻ്റർവെല്ലിൽ ഈ ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ടൈം പീരീഡാണ് 0.8 സെക്കൻഡ്. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചുറ്റുമുള്ള ഒരുപാട് മോഷൻസും പീരിയോഡിക് ആണ്. അപ്പോൾ ഈ ഒരു പീരിയോഡിക് മോഷൻ പഠിച്ചാലേ നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിലോട്ട് എത്തിച്ചേരും. സോ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ, ഓസിലേറ്ററി മോഷൻ. ഓസിലേഷൻ എന്താണ്? അപ്പോൾ എപ്പോഴും നമ്മൾ ഓസിലേഷൻ പറയുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരാളുണ്ട്, സിമ്പിൾ പെൻഡുലം. നമ്മൾ 12th എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരെണ്ണമാണ് സിമ്പിൾ പെൻഡുലം. നമുക്കൊരു സിമ്പിൾ പെൻഡുലം വെച്ചിട്ട് തന്നെ ഇവിടെയും പറയാം. സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിൽ ഇവിടെ ഒരു സ്റ്റാൻഡിൽ നിന്നും ഒരു ഇൻഎക്സ്റ്റെൻസിബിൾ ആയിട്ടുള്ള ഒരു വയർ നമ്മൾ എടുക്കുന്നു. ആ വയറിൽ അല്ലെങ്കിൽ ആ ഒരു സ്ട്രിങ്ങിൻ്റെ എൻഡിലേക്ക് നമ്മളൊരു ചെറിയ ബോബ്, ഈ ഒരു സ്പെറിക്കൽ മാസിനെ നമ്മൾ ബോബ് എന്ന് വിളിക്കും. അപ്പോൾ ഈ ഒരു ബോബ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നു. അതിനുശേഷം ഈ ബോബിൽ ഞാനൊരു ചെറിയ ഫോഴ്സ് കൊടുക്കുന്നത് വിചാരിക്കാം. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ബോബ് തൂക്കിയിടുമ്പോൾ അതിരിക്കുന്ന ആ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, അതായത് അത് അറ്റ് പ്രസൻറ്റ് നമ്മൾ ഇരിക്കുന്ന ഒരു പൊസിഷൻ, ഈ പൊസിഷനാണ് അതിൻ്റെ മെയിൻ പൊസിഷൻ. മെയിൻ പൊസിഷനിലിരിക്കുന്ന ഈ ഒരു ഒബ്ജക്റ്റിലേക്ക്, ഈ ഒരു ബോബിലേക്ക് ഞാൻ ഇവിടുന്ന് ഒരു ചെറിയ ഫോഴ്സ് കൊടുക്കുന്നു. അപ്പോൾ ഈ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈ ബോബ് എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ബോബ് ഇങ്ങനെ ഇരുന്നാൽ കുറച്ച് കഴിഞ്ഞ് ബോബ് ഈ ഒരു പൊസിഷനിലോട്ട് എത്തിച്ചേരും. പിന്നെയും ബോബ് ഈ ഒരു പൊസിഷനിലോട്ട് എത്തിച്ചേരും. ആദ്യം ഈ ബോബ് ഇവിടെ ഇരിക്കുന്നു, ഈ ഒരു പൊസിഷനിൽ എത്തിച്ചേരുന്നു, വീണ്ടും ഇങ്ങോട്ട് വരുന്നു, ഇവിടെ പോകുന്നു, ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും മെയിൻ പൊസിഷനിൽ നിന്നും അതൊരു പോയിന്റിലെത്തുന്നു, പിന്നെയും മെയിൻ പൊസിഷൻ, വീണ്ടും മെയിൻ പൊസിഷനിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് എത്തുന്നു. ഇത്രയും കഴിഞ്ഞാൽ അത് അങ്ങോട്ട് മുകളിലോട്ട് പോകുന്നില്ല. ഈ ഒരു ഇത്രയും ഒരു മാക്സിമം വാല്യൂ ഇതാ ഇവിടം വരെ ഉള്ളൂ. അതിനുശേഷം ഈ ഒരു മാക്സിമം വാല്യൂവിന് ശേഷം അത് ഇങ്ങോട്ടോ, ഈ ഒരു വാല്യൂവിന് ശേഷം അത് ഇങ്ങോട്ടോ പോകുന്നില്ല. അപ്പോൾ ഇത്രയും മാക്സിമം വാല്യൂ, അപ്പോൾ ഈ പോയിന്റിനെ നമ്മൾ വിളിക്കും എക്സ്ട്രീം പൊസിഷൻ. ഇതും അടുത്ത എക്സ്ട്രീം പൊസിഷനാണ്. നമുക്ക് പറയാം മീനിൽ നിന്നും ലെഫ്റ്റിലേക്കും ഒരു എക്സ്ട്രീം പൊസിഷൻ ഉണ്ട്, മീനിൽ നിന്നും റൈറ്റിലേക്ക് ഒരു എക്സ്ട്രീം പൊസിഷൻ ഉണ്ട്. അപ്പോൾ ഈ ബോബ് മീൻ പൊസിഷൻ, എക്സ്ട്രീം പൊസിഷൻ, വീണ്ടും മീൻ പൊസിഷൻ, എക്സ്ട്രീം പൊസിഷൻ, ഇങ്ങനെ രണ്ട് എക്സ്ട്രീം പൊസിഷൻസിൻ്റെ ഇടയിൽ മാത്രമേ ഈ ബോബ് എന്ത് ചെയ്യുന്നുള്ളൂ? മൂവ് ചെയ്യുന്നുള്ളൂ. അപ്പം നമുക്ക് നോക്കിയാൽ ആദ്യം ഈ ബോബ് ഇങ്ങനെ റെസ്റ്റിലിരുന്നു, അപ്പോൾ ഇത് മുന്നോട്ട് പോയി. അപ്പോൾ ഇങ്ങനെയുള്ള മോഷൻ നമ്മൾ ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് പറയില്ലേ? ടു എന്ന് പറഞ്ഞാൽ മുന്നോട്ടുള്ള മോഷൻ. അങ്ങനെ മുന്നോട്ടെത്തി അതൊരു എക്സ്ട്രീം പോയിലെത്തി അത് വീണ്ടും തിരിച്ചു വരുന്നു. അപ്പോൾ ഉള്ള മോഷനാണ് ഫ്രോ, ടു ആൻഡ് ഫ്രോ, മുന്നോട്ടും പുറകോട്ടും. അപ്പം നോക്കിയേ, ഒരു മെയിൻ പൊസിഷനിൽ നിന്നും അത് മുന്നോട്ട് പോകുന്നു, പുറകോട്ട് പോകുന്നു, വീണ്ടും എന്ത് ചെയ്യുന്നു? മുന്നോട്ട് പോകുന്നു, പുറകോട്ട് പോകുന്നു. അപ്പോൾ ഒരു മെയിൻ പൊസിഷനിൽ നിന്നും മുന്നോട്ടും പുറകോട്ടും ഉള്ള ടു ആൻഡ് ഫ്രോ മോഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മുന്നോട്ടും പുറകോട്ടും ഉള്ള ഈ മോഷൻ പക്ഷേ എക്സ്ട്രീം പൊസിഷൻ കഴിഞ്ഞു പോകുന്നില്ല. മെയിൻ പൊസിഷനും രണ്ട് എക്സ്ട്രീം പൊസിഷനും ഇടയിലുള്ള ടു ആൻഡ് ഫ്രോ മോഷനെയാണ് നമ്മൾ ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ നോക്കിയേ, ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് റിപ്പീറ്റ് ചെയ്യുന്നു മീൻ പൊസിഷനിൽ നിന്നും ബാക്ക് ആൻഡ് ഫോർത്തും മുന്നോട്ടും പുറകോട്ടും ടു ആൻഡ് ഫ്രോ എന്നുള്ള മീനിങ്ങിൽ തന്നെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മോഷനാണ് ഓസിലേറ്ററി മോഷൻ, വൈബ്രേറ്ററി മോഷൻ അല്ലെങ്കിൽ ഹാർമോണിക് മോഷൻ. നോക്കിയേ, ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ രണ്ട് എക്സ്ട്രീം പൊസിഷന് ഇടയിലായിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന മോഷൻ നമുക്കൊരു പീരിയോഡിക് മോഷൻ ആണെന്ന് മനസ്സിലാവില്ലേ? കാരണം നമുക്കറിയാം ഇപ്പോൾ ഇത്രയും ടൈമിൽ അത് റിപ്പീറ്റ് ചെയ്തു, ഈ ഒരു മോഷൻ കംപ്ലീറ്റ് ചെയ്തു. ഈ പോയിന്റിൽ നിന്ന് പോയി ഇങ്ങോട്ടെത്തി, ഇവിടെ, അപ്പോൾ ഒരു മോഷൻ അത് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ വീണ്ടും ഈ ഒബ്ജക്റ്റ് പക്ഷെ എന്ത് ചെയ്യും? ഈ ഒരു ഓസിലേഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യില്ലേ? അപ്പോൾ ഇതൊരു ഫിക്സഡ് ഇൻ്റർവെല്ലിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന മോഷൻ അല്ലേ? സോ ഇത് എന്ത് മോഷനാണ്? പീരിയോഡിക് മോഷനാണ്. സോ ഓസിലേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്താണ് പീരിയോഡിക് മോഷൻ എന്ന് നമുക്ക് ചുറ്റുമുള്ള കുറച്ച് പീരിയോഡിക് മോഷനെ ലിസ്റ്റ് ഔട്ട് ചെയ്തത്. അപ്പോൾ ഒരു മീൻ പൊസിഷനെ ബേസ് ചെയ്തുള്ള ടു ആൻഡ് ഫ്രോ മോഷനെയാണ് ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത്. ആ മീൻ പൊസിഷനിൽ നിന്നും അതിന് പോകാൻ പറ്റുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് രണ്ട് എക്സ്ട്രീം പൊസിഷനാണ്. ആ എക്സ്ട്രീം ലിമിറ്റിനുള്ളിൽ നിന്നായിരിക്കും ഈ മോഷൻ. ഇപ്പോൾ എക്സ്ട്രീം ലിമിറ്റും കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ ബോബ് അങ്ങ് പോയി ഒരു എക്സ്ട്രീം പൊസിഷനും കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ആ മോഷൻ ഓസിലേറ്ററി അല്ല കേട്ടോ. അപ്പോൾ ഒരു എക്സ്ട്രീം പൊസിഷനിടയിലും മീൻ പൊസിഷനെ ബേസ് ചെയ്തുകൊണ്ട് മീൻ പൊസിഷനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന എക്സ്ട്രീം പൊസിഷനിടയിലായിട്ടുള്ള മോഷനാണ് ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത്. ഹാർമോണിക് എന്നും നമ്മൾ പറയും, വൈബ്രേറ്ററി മോഷൻ എന്നും ഇതിനൊരു പേരുണ്ട്. ഓക്കെ, നമ്മൾ ഓസിലേറ്ററി മോഷനുള്ള എക്സാമ്പിൾസ് നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാം, നമ്മുടെയൊക്കെ വീട്ടിൽ പണ്ട് ഉള്ളവർ ഇപ്പോഴും പലരുടെയും വീട്ടിൽ കാണും പെൻഡുലം ക്ലോക്ക്. അതായത് ഒരു പെൻഡുലം ഇങ്ങനെ സെൻറ്ററിൽ നിന്നുള്ള ഒരു പെൻഡുലം ഇങ്ങനെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലോക്ക്. അപ്പോൾ ഈ പെൻഡുലം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു പെൻഡുലം ക്ലോക്ക്. അപ്പോൾ ആ പെൻഡുലം ക്ലോക്കിൻ്റെ മോഷൻ എന്തായിരിക്കും? ആ ക്ലോക്കിൻ്റെ കേസിൽ ആ പെൻഡുലം ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ മൂവ്മെൻറ്റ് ഓസിലേറ്ററി മോഷനാണ്. മീൻ പൊസിഷനിൽ നിന്നും അത് ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യുന്നു. സോ അതിൻ്റെ മോഷൻ, ആ പെൻഡുലം ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ മോഷൻ എന്താണ്? ഓസിലേറ്ററി ആണ്. പിന്നെ നമ്മളൊരു സ്പ്രിങ്ങിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു വെയിറ്റ് ലോഡ് ചെയ്യുന്നത് വിചാരിക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു സ്പ്രിങ് ഉണ്ട്, ഒരു സ്പ്രിങ് നമ്മൾ എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്യുന്നു. അപ്പോൾ ഈ സ്പ്രിങ്ങിൻ്റെ ഒരു എൻഡിലൊരു ചെറിയ ഹുക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഹുക്കിലേക്ക് ഞാനിപ്പോൾ ഒരു ചെറിയൊരു മാസ് ഒരു വെയിറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ഞാൻ ഹാങ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഈ സ്പ്രിങ് ഇങ്ങനെ ഇരിക്കുന്ന സ്പ്രിങ് അത് പെട്ടെന്ന് എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. ആ സ്പ്രിങ് ഇങ്ങനെ ടു ആൻഡ് ഫ്രോ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഒരു വെയിറ്റ് ലോഡ് ചെയ്ത സ്പ്രിങ് എന്ത് ചെയ്യുന്നു? ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇറ്റ് വിൽ എക്സിക്യൂട്ട് ആൻ ഓസിലേറ്ററി മോഷൻ. പിന്നെ നമ്മളുടെ ഓട്ടോമൊബൈൽ എൻജിനിലേക്ക് പിസ്റ്റൺ അവരും എന്ത് ചെയ്യുന്നുണ്ട്? ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കും ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗിത്താറിൻ്റെ സ്ട്രിങ്സിൽ നമ്മൾ നോക്കി അതൊരു ടു ആൻഡ് ഫ്രോ മോഷൻ, ബട്ട് വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും ആ മോഷൻ നടക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് കാണാനായിട്ട് പറ്റില്ല. ഓസിലേഷൻ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഓസിലേഷൻ ആണ് ആക്ച്വലി വൈബ്രേഷൻ. നമുക്ക് ഈ ഒരു വൈബ്രേറ്ററി മോഷൻ എന്ന് പറയുമെങ്കിലും ഈ ഓസിലേഷൻസ് പെട്ടെന്ന് നടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. വളരെ സ്പീഡ് നടന്നാൽ അത്തരത്തിലുള്ള ഓസിലേഷനെ നമ്മൾ പറയും വൈബ്രേഷൻ. അപ്പോൾ ആക്ച്വലി ഒരു ഗിത്താറിൻ്റെ സ്ട്രിങ് നമ്മൾ വൈബ്രേറ്റ് ചെയ്യിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അവരിങ്ങനെ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ അത്തരത്തിലുള്ള മോഷൻ എന്താണ്? വൈബ്രേഷൻ ആണ്. അപ്പോൾ ഒരു ഗിത്താറിൻ്റെ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും ഓസിലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും കറക്റ്റാണ് കേട്ടോ. ഇനി നമ്മളൊരു ബാർ മാഗ്നറ്റിൻ്റെ കേസിൽ നമുക്കറിയാം ഓൾറെഡി ഒരു മാഗ്നറ്റിന് കുറേ പ്രോപ്പർട്ടി ഉണ്ട്. മാഗ്നറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഒരു മാഗ്നറ്റ്, എൻ്റെ കയ്യിൽ ഒരു മാഗ്നറ്റ് ഇരിക്കുന്നു. ഇപ്പം ഞാനൊരു ബാർ മാഗ്നറ്റ് എടുത്തെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ബാർ മാഗ്നറ്റിന് ഞാനിപ്പോൾ എൻ്റെ കയ്യിലൊരു സ്ട്രിങ് വെച്ചിട്ട് ഞാൻ ഈ ബാർ മാഗ്നറ്റിനെ അങ്ങ് ടൈ ചെയ്യുന്നു. എന്നിട്ട് ഈ സ്ട്രിങ് എൻ്റെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ബാർ മാഗ്നറ്റിനെ വെച്ചാൽ നമുക്കറിയാം ഈ ബാർ മാഗ്നറ്റ് കിടന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് നോർത്ത് സൗത്ത് ഡിറക്ഷനിൽ അത് എന്ത് ചെയ്യും? അലൈൻ ചെയ്യും. അത് മാഗ്നറ്റിൻ്റെ ഒരു ഡയറക്ഷണാലിറ്റി പ്രോപ്പർട്ടിയാണ്. അതായത് ഒരു ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് എപ്പോഴും നോർത്ത് സൗത്തിലായിരിക്കും അലൈൻ ചെയ്യുന്നത്. ജോഗ്രഫിക് നോർത്ത് എവിടെയാണോ ജോഗ്രഫിക് നോർത്ത് ആൻഡ് സൗത്തിലായിരിക്കും ആ മാഗ്നറ്റ് എന്ത് ചെയ്യുന്നത്? അലൈൻ ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ഒരു മാഗ്നറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു മാഗ്നറ്റിനെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ നോർത്ത് ആൻഡ് സൗത്തിൽ ഇങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മൂവ്മെൻറ്റ് കാണിക്കും. അവരെന്ത് മോഷനാണ് കാണിക്കുന്നത്? ഓസിലേറ്ററി മോഷനായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഒരു ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ അലൈൻ ചെയ്യുമ്പോൾ അവർക്ക് നമ്മളൊരു ചെറിയ ഫോഴ്സ് കൊടുത്താൽ ഈ മാഗ്നറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നോർത്തിലോട്ടും സൗത്തിലോട്ടും ഇങ്ങനൊരു ടു ആൻഡ് ഫ്രോ മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. അത്തരത്തിലുള്ള മോഷൻ എന്താണ്? ഓസിലേറ്ററി മോഷൻ. സോ നമ്മൾ ഓസിലേറ്ററി മോഷൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് കണ്ടത്. നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം.
ഓക്കെ, പീരിയോഡിക് മോഷനും ഓസിലേറ്ററി മോഷനും തമ്മിലുള്ള ഒരു റിലേഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ഇപ്പം നമ്മൾ എല്ലാ ഓസിലേറ്ററി മോഷൻ നോക്കുന്നു. ഇപ്പം നിങ്ങൾ തന്നെ ഇപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസ്, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന ഒരു സിമ്പിൾ പെൻഡുലം. അപ്പം നമുക്കറിയാം ആ സിമ്പിൾ പെൻഡുലത്തിൻ്റെ മൂവ്മെൻറ്റ് എന്താണ്? പീരിയോഡിക് ആണ്. കാരണം കുറച്ച് ടൈം കഴിഞ്ഞ് എന്ത് ചെയ്യും, ആ മോഷൻ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ആ ഫിക്സഡ് ടൈം ഇൻ്റർവെല്ലിൽ അത് എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റായിട്ട് തന്നെ അത് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. സോ എല്ലാ ഓസിലേറ്ററി മോഷനും പീരിയോഡിക് ആണ്. പക്ഷെ നമുക്ക് തിരിച്ചു പറയാൻ പറ്റില്ല എല്ലാ പീരിയോഡിക് മോഷനും എന്തല്ല, ഓസിലേറ്ററി അല്ല. അത് നമ്മളുടെ പ്ലാനറ്റിൻ്റെ കേസ് തന്നെ നോക്കിയാൽ മതി. ഇപ്പം എർത്ത് സണ്ണിന് ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ട്. അത് എന്ത് മോഷനാണ്? പീരിയോഡിക് ആണ്. പക്ഷെ അത് ഓസിലേറ്ററി ആണോ? അതായത് ഇപ്പോൾ എർത്ത് സണ്ണിന് ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ അങ്ങാണ് എർത്ത് മൂവ് ചെയ്യുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. എർത്ത് എന്ത് ചെയ്യുന്നില്ല, റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എർത്ത് ഇങ്ങനെ ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ഒന്നും എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. പകരം അവരെന്ത് ചെയ്യുന്നതേ ഉള്ളൂ, അവരുടെ പീരിയോഡിക് മോഷൻ കണ്ടിന്യൂ ചെയ്യുന്നേ ഉള്ളൂ. സോ എല്ലാ പീരിയോഡിക് മോഷനും എന്തല്ല, ഓസിലേറ്ററി അല്ല. കാരണം എല്ലാ പീരിയോഡിക് മോഷനും ടു ആൻഡ് ഫ്രോ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. ബട്ട് എല്ലാ ഓസിലേറ്ററി മോഷനും എന്താണ്, പീരിയോഡിക് ആണ്. നമ്മൾ ഏതൊരു ഓസിലേറ്ററി മോഷൻ എടുത്താലും അത് പീരിയോഡിക് ആണ്. അതൊരു ഫിക്സഡ് ടൈം ഇൻ്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യും. സോ അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നിട്ട് കൺഫ്യൂസ്ഡ് ആവരുത്. പീരിയോഡിക് മോഷൻസ് എല്ലാം എന്താണ്, എല്ലാ ഓസിലേറ്ററി മോഷനും പീരിയോഡിക് ആണ്. എല്ലാ പീരിയോഡിക് മോഷനും ഓസിലേറ്ററി അല്ല. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തിരിച്ചും മറിച്ചും നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ അത് കറക്റ്റായിട്ട് എഴുതണം. എല്ലാ ഓസിലേറ്ററി മോഷനും പീരിയോഡിക് ആണ്, ബട്ട് എല്ലാ പീരിയോഡിക് മോഷനും ഓസിലേഷൻ അല്ല. ഓക്കെ, ഇനി നമ്മളൊരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണേ. ഓൺ ആൻ ആവറേജ് a human heart is found to beat 75 times in a minute. Calculate its beat frequency and period. അതായത് ഒരു ഹ്യൂമൻ ഹാർട്ട് നോക്കുമ്പോൾ അത് 75 ടൈംസ് ഇൻ എ മിനിറ്റിൽ, ഒരു മിനിറ്റിൽ അത് 75 ടൈംസ് വൈബ്രേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ബീറ്റ് ഫ്രീക്വൻസിയും പീരീഡും കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ ബീറ്റ് ഫ്രീക്വൻസി റിലേറ്റഡ് ആണെന്ന് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ജസ്റ്റ് ഫ്രീക്വൻസി ഓർത്താൽ മതി കേട്ടോ. ബീറ്റ് എന്ന് പറഞ്ഞൊരു ഫിനോമിനയൊക്കെയാണ്, നമ്മളത് സൗണ്ട് എടുക്കുമ്പോൾ പഠിക്കും. സിമിലർ ആയിട്ടുള്ള രണ്ട് സൗണ്ടുകൾ വരുമ്പോൾ ഉള്ള ഒരു ഫിനോമിനയാണ്, സിമിലർ ഫ്രീക്വൻസീസ് ഉള്ള സൗണ്ട് വരുമ്പോൾ ഉള്ളൊരു ഫിനോമിനയാണ്. അപ്പോൾ അത്രയും കോംപ്ലക്സ് ആയിട്ട് പോകണ്ട, ജസ്റ്റ് ഫ്രീക്വൻസി ആൻഡ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഫ്രീക്വൻസിയും പീരീഡും. അപ്പം നമ്മൾ ഓൾറെഡി ഫ്രീക്വൻസിക്ക് ഒരു ഇക്വേഷൻ പഠിച്ചു. എന്താ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 ടൈം പീരീഡ് ആണ്. ടൈം പീരീഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഫ്രീക്വൻസി കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തിരിച്ചും മറിച്ചും ചോദിച്ചാലും നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഫ്രീക്വൻസിക്ക് നമുക്ക് വേറെ രീതി ഒരു ഇക്വേഷനും ഉണ്ട്. ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത് ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിക്കുന്നത് എത്ര വൈബ്രേഷൻസ് ഉണ്ടോ അതിനെ നമ്മൾ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമ്പർ ഓഫ് വൈബ്രേഷൻസ് ബൈ ടൈം. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നോക്കി, എത്ര ടൈമാണത് ബീറ്റ് ചെയ്തത് നമ്മുടെ ഹാർട്ട്? ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 75 ടൈംസ്. അപ്പം നമ്പർ ഓഫ് വൈബ്രേഷൻ അല്ലെ എത്ര ടൈം അത് ഓസിലേറ്റ് ചെയ്തു, അത് 75. ടൈം നോക്കിയേ, ടൈം ഡയറക്റ്റ്ലി തന്നിട്ടില്ല, പക്ഷെ അവർ ഇൻഡയറക്റ്റ്ലി തന്നിട്ടുണ്ട് 1 മിനിറ്റ്. മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 മിനിറ്റ് എത്ര? 60 സെക്കൻഡ് അല്ലേ. സോ 75/60 ചെയ്താൽ നമുക്ക് ഫ്രീക്വൻസി കിട്ടും. അപ്പം നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ 5 15s are 75, 4 15s are 16, 5/4. ആൻസർ 1.25 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ യൂണിറ്റ് എഴുതണം. നമ്മൾ പഠിച്ചു 3 യൂണിറ്റ് എഴുതാം. ഒന്നെങ്കിൽ (10⁻⁻1) എഴുതാം, അല്ലെങ്കിൽ സൈക്കിൾസ് പെർ സെക്കൻഡ് എഴുതാം, അല്ലെങ്കിൽ ഹെർട്സ് എഴുതാം. യൂഷ്വലി നമ്മളിപ്പോൾ എക്സാമിൽ അത് ക്വസ്റ്റ്യനിൽ കാണുമ്പം ഹെർട്സ് ആയിരിക്കും നമ്മൾ പൊതുവേ എങ്ങനെ യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളൊരു യൂണിറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ചില ടൈമിൽ നമുക്ക് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് അറിയത്തില്ലെങ്കിലും നമ്മളത് യൂണിറ്റ് ബേസ് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എപ്പോൾ ഹെഡ്സ് തന്നാലും നിങ്ങളത് ഫ്രീക്വൻസി ആണെന്ന് അനലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി കിട്ടി 1.25 ഹെഡ്സ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈം പീരീഡ് ആണ്. അപ്പോൾ പീരീഡ് കണ്ടുപിടിക്കാൻ ഫ്രീക്വൻസിയുടെ റെസിപ്രോക്കൽ എടുക്കണം. അപ്പം 1/1.25 100/125, that is 4/5.
0.8 സെക്കൻഡാണ് നമുക്കിവിടെ ടൈം പീരീഡ് കിട്ടിയത്. സോ ടൈം പീരീഡും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷനാണ്. ഇത് NCERT തന്നെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. NCERT നിങ്ങൾക്ക് ഫസ്റ്റ് എക്സസൈസ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇത് നോക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനോട്ട് മോണാവട്ടെ. അതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫ്രീക്വൻസിയും ടൈം പീരീഡും തന്ന ഫ്രീക്വൻസിയുടെ നമ്പർ ഓഫ് ഓസിലേഷൻസ് ബൈ ടൈം എന്നും ആ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. എന്നിട്ട് ഫ്രീക്വൻസിയുടെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് ഡയറക്റ്റ് ടൈം പീരീഡ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളുടെ സിറ്റുവേഷന് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. കാരണം നമ്മൾ പല ക്വാണ്ടിറ്റിക്കും ഒരുപാട് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഏതാണോ കറസ്പോണ്ടിങ് ക്വസ്റ്റ്യന് റിലേറ്റഡ് അത് മാത്രം യൂസ് ചെയ്യുക. ഇവിടെ ഇപ്പം ഡയറക്റ്റ് വൈബ്രേഷൻസും ടൈമും വെച്ചിട്ടുള്ള റിലേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഫ്രീക്വൻസിക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്തത്. ഓക്കെ, ടൈം പീരീഡ് ഡയറക്റ്റ് തന്നിരുന്നെങ്കിൽ നമ്മൾ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് അങ്ങ് ചെയ്താൽ മതിയായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു മോഷനിലേക്ക് പോവുകയാണ്, സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പം നമ്മൾ തുടക്കത്തിൽ ആദ്യമേ നമ്മൾ പഠിച്ചു, പീരിയോഡിക് മോഷൻ പഠിച്ചു, അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനായിട്ട് നമ്മളൊരു ഓസിലേഷൻ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് തന്നെയല്ലേ ഓസിലേഷനും പറഞ്ഞതൊന്ന്. ഓക്കെ, ഓസിലേഷനുമായിട്ട് നല്ല റിലേറ്റഡ് ആണ് കേട്ടോ സിമ്പിൾ ഹാർമോണിക് മോഷൻ. A particle is said to have a simple harmonic motion if it moves to and fro about a mean position under the action of a restoring force which is directly proportional to its displacement from the mean position and is always directed towards the mean position. അത് നമുക്ക് ആ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസ് വെച്ചിട്ട് തന്നെ പറയാം. ഓക്കെ, ഇവിടെ ഒരു പെൻഡുലം, നമ്മളൊരു പെൻഡുലത്തെ മീൻ പൊസിഷനിൽ നിന്ന് നമ്മളൊന്ന് ഓസിലേറ്റ്. ഇപ്പോൾ ഒരു മീൻ പൊസിഷനിൽ നിൽക്കുമല്ലേ, ഞാനൊരു സ്ട്രിങ് എടുത്തു, അത് എക്സ്റ്റെൻസിബിൾ ആയിരിക്കണം. അതായത് എപ്പോഴും നമ്മളിപ്പോൾ ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ആ ഒരു കാര്യം പറയുമ്പോൾ ആ സ്പ്രിങ് ഇൻഎക്സ്റ്റെൻസിബിൾ എന്ന് പറഞ്ഞാൽ അത് എന്ത് ചെയ്യരുത്, നമ്മളിങ്ങനെ ഒരു ബോബ് ഇട്ടാൽ അതിങ്ങനെ എക്സ്റ്റെൻഡ് ആയി പോവരുത്. നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇട്ടാൽ ഇങ്ങനെ എക്സ്റ്റെൻഡ് ആയി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത് അതങ്ങ് വേരിയ ചെയ്യും. നമ്മളിനി കുറച്ച് കഴിഞ്ഞ് പറയും ലെങ്ത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്, ഇങ്ങനെ എക്സ്റ്റെൻഡ് ആവുന്ന ഒരു സ്ട്രിങ് എടുക്കരുത്. ഇൻഎക്സ്റ്റെൻസിബിൾ ആയിട്ടുള്ള സ്ട്രിങ് ആയിരിക്കണം. അതായത് നമ്മൾ മാസ് ഇട്ടാലും ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ചേഞ്ച് ചെയ്യാത്തൊരു സ്ട്രിങ് എടുത്തു. ഈ സ്ട്രിങ് ഇപ്പം നമ്മൾ ഈ സ്ട്രിങ്ങിലേക്ക് ഒരു ചെറിയ സ്പിയർ, നമ്മൾ ബോബ് എന്ന് പറയും, ബോബ് അറ്റാച്ച് ചെയ്തു. ഈ ബോബ് അറ്റാച്ച് ചെയ്യുമ്പോൾ അത് നിൽക്കുന്ന പൊസിഷൻ ആണല്ലോ മെയിൻ പൊസിഷൻ. ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ട്രിങ്ങിലേക്ക് വിചാരിക്കും ഞാനൊരു ഫോഴ്സ് കൊടുത്തു. നമ്മൾ ഏതൊരു ഒബ്ജക്റ്റിൻ്റെയും സൈസോ ഷേപ്പോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കോൺഫിഗറേഷനോ മാറ്റാനായിട്ട് കൊടുക്കുന്ന ഫോഴ്സാണ് ഡീഫോമിങ് ഫോഴ്സ്. ഡീഫോമിങ് ഫോഴ്സ്, അതായത് ആ ഫോഴ്സ് കൊടുത്തു, ഒരു ഡീഫോമിങ് ഫോഴ്സ് കൊടുക്കുമ്പം ഈ ഒബ്ജക്റ്റിലേക്ക് എന്ത് ചെയ്യും, ഒബ്ജക്റ്റിൽ ഓട്ടോമാറ്റിക്കലി ഒബ്ജക്റ്റ് ഒരു ഫോഴ്സ് അക്വയർ ചെയ്യും. അപ്പം ഞാനിവിടെ ഒരു ഡീഫോമിങ് ഫോഴ്സ് കൊടുത്തു. അപ്പോൾ ഈ ഡീഫോമിങ് ഫോഴ്സ് കൊടുക്കുമ്പോഴത്തേക്ക് ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും, ഈ പൊസിഷൻ, ഇപ്പോൾ ഇരിക്കുന്ന ഈ പൊസിഷനിൽ നിന്നും ചെറുതായിട്ടത് എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് ഡിസ്പ്ലേസ് ചെയ്യും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോഴ്സ് കൊടുത്ത ഒബ്ജക്റ്റ് ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ടല്ലേ ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ ഈ ഒബ്ജക്റ്റിൽ നമ്മളൊരു ഡീഫോമിങ് ഫോഴ്സ് കൊടുത്തപ്പോൾ ഈ ഒബ്ജക്റ്റ് ആ ഡീഫോമിങ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒബ്ജക്റ്റ് സ്വയം ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ആ ഫോഴ്സാണ് ആക്ച്വലി റീസ്റ്റോറിങ് ഫോഴ്സ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് റീസ്റ്റോറിങ് ഫോഴ്സ്. അതായത് നമ്മൾ ഒബ്ജക്റ്റിൽ കൊടുത്ത ഡീഫോമിങ് ഫോഴ്സ് റിസൾട്ടായിട്ട് ഒബ്ജക്റ്റ് ചെറുതായിട്ട് ഇങ്ങോട്ടേക്ക് ഡിസ്പ്ലേസ്ഡ് ആവുന്നു. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ഇത്രയും ദൂരം ഡിസ്പ്ലേസ്ഡ് ആകുമ്പം ഈ ഒബ്ജക്റ്റ് അതിനെ പെട്ടെന്ന് അതിന് എക്സ്റ്റേണലി കിട്ടിയ ഫോഴ്സ് അല്ല ഞാൻ കൊടുത്ത ഡീഫോമിങ് ഫോഴ്സ്. ഒബ്ജക്റ്റ് ഈ ഡീഫോമിങ് ഫോഴ്സിനെ ഒപ്പോസ് ചെയ്ത് ഈ ഡീഫോമിങ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും, ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഈ റീസ്റ്റോറിങ് ഫോഴ്സ് എന്ത് ചെയ്യും, അപ്പോൾ ഈ ഡെവലപ്പ് ചെയ്ത റീസ്റ്റോറിങ് ഫോഴ്സ് ഈ ഒബ്ജക്റ്റിനെ തിരിച്ച് ആ മെയിൻ പൊസിഷനിലേക്ക് കൊണ്ടുവരാനല്ലേ ശ്രമിക്കൂ, അല്ലേ? അപ്പം നമ്മൾ ഡിസ്പ്ലേസ് ആയത് ഇങ്ങോട്ട്, റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ടായത് എങ്ങോട്ടേക്കാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ നിങ്ങൾക്ക് നമുക്കിവിടെ റീസ്റ്റോറിങ് ഫോഴ്സിൻ്റെ സിമ്പൽ കൊടുത്തിരിക്കാം. ഇവിടെ നമ്മൾ ഒരു ഡീഫോമിങ് ഫോഴ്സ് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേസ്ഡ് ആവുന്നു. ഈ ഡിസ്പ്ലേസ്മെൻറ്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ RF
ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു അല്ലേ. ഒബ്ജക്റ്റ് ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്യുന്നു, ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് ഒബ്ജക്റ്റിനെ ഇങ്ങോട്ടേക്ക് മീൻ പൊസിഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. അതാണ് ഇവിടെ പറയുന്നത് റീസ്റ്റോറിംഗ് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. അടുത്ത സെൻറ്റൻസ് നോക്കിയേ, ആൻഡ് ഈസ് ഓൾവേസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ മീൻ പൊസിഷൻ. ഇപ്പോൾ ഒബ്ജക്റ്റ് ഇങ്ങോട്ട് ഡിസ്പ്ലേസ്ഡ് ആയി, പക്ഷേ ഇത് നോക്കിയ റീസ്റ്റോറിംഗ് ഫോഴ്സ് കൊണ്ട് ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു? മീൻ പൊസിഷനിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ ഈ ഫോഴ്സ് ഇങ്ങോട്ടാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഇപ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇങ്ങോട്ടാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ടല്ലേ. അപ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റും റീസ്റ്റോറിംഗ് ഫോഴ്സും ഓപ്പോസിറ്റ് ഡിറക്ഷൻ അല്ലേ. അതുകൊണ്ടാണ് ഇവിടെ ഒരു മൈനസ് വരുന്നത്. ഇവിടെ നമ്മൾ പ്രൊപ്പോർഷനാണ്, ആക്ച്വലി ഇങ്ങനെ എഴുതിയാൽ മതി. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും എന്താണ്? പ്രൊപ്പോർഷനാണ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇപ്പം ഞാൻ ഈ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് കൂടുന്തോറും റീസ്റ്റോറിംഗ് ഫോഴ്സും എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം നമ്മളിവിടെ കണ്ടു ഈ കൊടുക്കുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. നമ്മളിപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് ഇപ്പം ഞാൻ ഈ ഒബ്ജക്റ്റിനെ അങ്ങ് ഇച്ചിരിയും കൂടി ഡിസ്പ്ലേസ്മെൻറ്റ് കൂടുമ്പോൾ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സും അതിനനുസരിച്ച് കൂടും. അപ്പോൾ അത് രണ്ടും എന്താണ്? പ്രൊപ്പോർഷനാണ്. അത് രണ്ടും ഓപ്പോസിറ്റാണ്. നമുക്ക് മനസ്സിലായി ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങോട്ടാണോ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു മൈനസ് സിമ്പിൾ വന്നത്. അപ്പോൾ ഈ പ്രൊപ്പോർഷനാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ അവിടെ ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആ കോൺസ്റ്റൻ്റ് ആണ് ഇവിടെ കെ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്. ഈ കെക്ക് നമ്മൾ പല പേരും പറയും. ഇത് ഫോഴ്സ് കോൺസ്റ്റൻ്റ് എന്ന് പറയാറുണ്ട്, സ്പ്രിങ് കോൺസ്റ്റൻ്റ് എന്ന് പറയാറുണ്ട്. നിങ്ങൾ ഹുക്സ് ലോ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒരു സ്പ്രിങ്ങിൻ്റെ കേസിൽ അപ്പം നമ്മൾ ഹുക്സ് ലോ എന്ന് പറയുന്ന ലോയിൽ ഇങ്ങനെ ഒരു സ്പ്രിങ് ഇരിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്പ്രിങ്ങിനെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്പ്രിങ്ങിനെ ഞാൻ ചെറുതായിട്ടൊന്ന് ഒരു ഫോഴ്സ് കൊടുക്കുന്നു. ഇതേ കേസ് നമ്മളിപ്പോൾ പറഞ്ഞത് കേസ് തന്നെ. അപ്പോൾ ഒരു ഡീഫോമിംഗ് ഫോഴ്സ് കൊടുക്കുമ്പം അതിൻ്റെ ലെങ്ത് എന്ത് ചെയ്യുന്നു? ചെറുതായിട്ടൊന്ന് ഡിസ്പ്ലേസ്ഡ് ആവുന്നു. ഒരു ഡീഫോമിംഗ് ഫോഴ്സ് കൊടുക്കുന്നു. അപ്പോൾ ആ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആ സിസ്റ്റത്തിലും ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അത് പ്രൊപ്പോർഷണൽ ടു ദിസ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഓപ്പോസിറ്റ് ടു ഇറ്റ്. അപ്പോൾ F = -kx എന്ന് കിട്ടും. ഇത് ഹുക്ക് എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റാണ് 1876 ഈ ലോ അവതരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ലോ അറിയപ്പെടുന്നത്, ഹുക്സ് ലോ. F -kx. അപ്പോൾ F -kx എന്നുള്ള ഇക്വേഷൻ എപ്പോൾ കണ്ടാലും അത് ഹുക്സ് ലോ ആണെന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഹുക്സ് ലോ തന്നെയാണ് ആക്ച്വലി ഈ ഹുക്ക് യൂസ് ചെയ്ത് ഈ ലോ തന്നെയാണ് നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ പറയുമ്പം റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കി, ഫോഴ്സ് എന്തിന് പ്രൊപ്പോർഷനാണ്? ഡിസ്പ്ലേസ്മെൻറ്റിന് പ്രൊപ്പോർഷനാണ്. അത് ഓപ്പോസിറ്റുമാണ്. സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റ് ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന കോൺസ്റ്റൻ്റ് ആണ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ഓർ ഫോഴ്സ് കോൺസ്റ്റൻറ്റ് കെ. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു ഒബ്ജക്റ്റ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പം അത് എന്ത് ചെയ്യുന്നു? മീൻ പൊസിഷനിൽ നിന്നും അത് ടു ആൻഡ് ഫ്രോ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊപ്പോർഷനാണ്. അതുപോലെ ഇത് മീൻ പൊസിഷനിലേക്ക് എപ്പോഴും ഡയറക്റ്റ് ചെയ്യുന്നു. അതാണ് ഈ ഡെറിവേഷൻ. ഓക്കെ, നമുക്കിനി അടുത്ത പേജിലോട്ട് പോകാം. ഓക്കെ, ഇത് ഈ നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ കണ്ടില്ലേ? F = -kx. ഇതാണ് എന്തിൻ്റെ ഇക്വേഷൻ? ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ് ആൻ SHM ഇക്വേഷൻ. SHM എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ, അതിൻ്റെ ഷോർട്ട് ഫോം ആണ് കേട്ടോ SHM. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ് എന്ന് ചോദിച്ച് F = -kx എന്നാൽ നിങ്ങളത് ഉറപ്പായിട്ടും എഴുതണം. അത് ഹുക്സ് ലോയും ആണ്. അന്നേരം ആലോചിക്കുകയും ചെയ്യുക അത് എന്ത് ഇക്വേഷനുമാണ്? SHMനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ്. ഇതുപോലെ തന്നെ നമ്മൾ ഒരു അടുത്ത ഇക്വേഷനും റെപ്രസെൻറ്റ് ചെയ്യും. അത് നമുക്കൊന്ന് നോക്കാം. അതിന് മുന്നേ കെ എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു. കെ എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു സ്പ്രിംഗ് ഫാക്ടർ ആണ്. അപ്പോൾ ഈ കെ ഇതിനകത്തും നമുക്ക് എങ്ങനെ കിട്ടും? കെ എന്ന് പറയുന്നത് F/x അല്ലേ? അതായത് നമ്മൾ ഫോഴ്സ് ബൈ ഡിസ്പ്ലേസ്മെൻറ്റ്, ഫോഴ്സിനെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റിയാണ് കെ എന്ന് പറയുന്ന സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്. അപ്പം നമ്മൾ ഫോഴ്സ് ബൈ ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്ത് വരും? നമുക്കറിയാം ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പോൾ കെ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ഓർ ഫോഴ്സ് കോൺസ്റ്റൻറ്റ് ഓർ സ്പ്രിംഗ് ഫാക്ടർ ഓർ ഫോഴ്സ് ഫാക്ടർ അതിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ഐഡൻറ്റിഫൈ ചെയ്യണം കേട്ടോ, ന്യൂട്ടൺ പെർ മീറ്റർ.
ഈ ന്യൂട്ടൺ പെർ മീറ്റർ ഇതേ യൂണിറ്റുള്ള ഏതെങ്കിലും വേറെ ഫിസിക്കൽ ക്വാണ്ടിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫോഴ്സ് ആക്ടിങ് ബൈ യൂണിറ്റ് ലെങ്ത് നമ്മൾ വേറൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇങ്ങനെ പഠിക്കും കേട്ടോ. സർഫസ് ടെൻഷൻ്റെയും യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ ആണ് കേട്ടോ. അപ്പോൾ കെയുടെയും യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ ആണ് സർഫസ് ടെൻഷൻ. ഓക്കെ, അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ന്യൂട്ടൺ ഇൻറ്റു എന്നാണ് കേട്ടോ ഇത്. ന്യൂട്ടൺ ഇൻറ്റു മീറ്റർ റേസ് ടു -1. ആ മീറ്റർ ന്യൂമറേറ്ററിലോട്ട് പോകുമ്പം m⁻⁻1 ന്യൂട്ടൺ മീറ്റർ റേസ് ടു -1. ഈ നെഗറ്റീവ് സൈൻ എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമുക്കറിയാലോ. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും എന്താണ് ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണെന്ന് കാണിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ വേറൊരു ഇക്വേഷനും നമ്മളിപ്പോൾ ഓൾറെഡി SHMനെ F = -kx എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ വെച്ചും റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി അടുത്തൊരു രീതിയിലും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെ എഫ് നമ്മൾ MA എന്നുള്ള ക്വാണ്ടിറ്റിക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. MA = -kx, A = നിങ്ങൾ ഡെറിവേഷനിലോട്ടൊന്നും പോകണ്ട കേട്ടോ, ജസ്റ്റ് ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ ആ ഒരു ഇക്വേഷൻ എങ്ങനെ വന്നു എന്നുള്ളത്. അപ്പം F = -kx എന്നുള്ളതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? F പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്ന് കൊടുത്തുകൂടി. ഓക്കെ, വേണേൽ നെഗറ്റീവും കൊടുക്കാം. F പ്രൊപ്പോർഷണൽ ടു -x ആണെന്ന് നമുക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഇത് SHMനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഈ ഫോഴ്സിനകത്ത് റിലേറ്റഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ MA എന്ന് എഴുതാമല്ലോ. അപ്പം എയും എന്തിന് പ്രൊപ്പോർഷനാണ്? ഡിസ്പ്ലേസ്മെൻറ്റിന് പ്രൊപ്പോർഷനാണ്. അപ്പം A പ്രൊപ്പോർഷണൽ ടു -x ഈ ഒരു ഇക്വേഷനും എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? SHMനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. സോ SHMനെ റെപ്രസെൻറ്റ് ചെയ്ത് രണ്ട് ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും. F പ്രൊപ്പോർഷണൽ ടു -x എഴുതാം, A പ്രൊപ്പോർഷണൽ ടു -x എഴുതാം. ഇവിടെ ഞാൻ ആ പ്രൊപ്പോർഷണാലിറ്റി എടുത്തപ്പോൾ ഒരു മൈനസ് കളഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ, അല്ല അതിൻ്റെ ആ ഒരു ഡിറക്ഷനെ കാണിക്കുന്ന രീതിയിൽ അവർ കളഞ്ഞു. അപ്പോൾ ഇങ്ങനെ എഴുതിയാലും കറക്റ്റാണ്. F പ്രൊപ്പോർഷണൽ ടു x എന്ന് എഴുതിയാലും കറക്റ്റാണ്. A പ്രൊപ്പോർഷണൽ ടു x എന്ന് എഴുതിയാലും എന്ത് തന്നെയാണ്? SHMനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ പ്രൊപ്പോർഷണാലിറ്റി തന്നിട്ട് ചോദിക്കാം. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, F പ്രൊപ്പോർഷണൽ ടു 1/x. ഇത് ശരിയാണോ? അല്ല, നമ്മൾ അങ്ങനെ പഠിച്ചിട്ടില്ല. നമ്മൾ പഠിച്ചിട്ടുള്ളത് F പ്രൊപ്പോർഷണൽ ടു x ആണ്. A പ്രൊപ്പോർഷണൽ ടു 1/x എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അതും റോങ് ആണ്. A പ്രൊപ്പോർഷണൽ ടു x എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് രീതിയിലും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്ന് എല്ലാവരും ഓർത്തിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ സിമ്പിൾ ഹാർമോണിക് മോഷനെ നമ്മൾ ഇത്രയും കൂടെ ഒന്ന് കൺസൈസ് ആയിട്ട് പറയുകയാണ്. ടു ആൻഡ് ഫ്രോ മോഷനാണ്. സിമ്പിൾ ഹാർമോണിക് മോഷനിൽ അവിടെ ഒരു ആക്സിലറേഷൻ ഉണ്ടാകുന്നു. ആ ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെൻറ്റിന് പ്രൊപ്പോർഷനാണ്. അതും എന്ത് ചെയ്യുന്നു? മീൻ പൊസിഷൻ ബേസ്ഡ് ആയിരിക്കും. A പ്രൊപ്പോർഷണൽ ടു -6 എന്നുള്ള നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ഇല്ലേ, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഈ സിമ്പിൾ ഹാർമോണിക് മോഷന് എക്സാമ്പിൾ. നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ നമുക്ക് മനസ്സിലാവുമല്ലോ, അതൊരു ടു ആൻഡ് ഫ്രോ മോഷൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ പഠിച്ച ഓസിലേറ്ററി മോഷൻസ് മിക്കവാറും എല്ലാം SHM ആണ്. ഫസ്റ്റ് വൺ ഒരു ലോഡഡ് സ്പ്രിങ്. നമ്മൾ നേരത്തെ പഠിച്ചു, ഒരു സ്പ്രിങ് എടുക്കുന്നു, സ്പ്രിങ്ങിന് എൻഡിൽ ഒരു ഹുക്കുണ്ട്, ആ ഹുക്കിലേക്ക് നമ്മളൊരു മാസ് ലോഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ആ മാസിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ആ സ്പ്രിങ് എന്ത് ചെയ്യും? ഇങ്ങനെ ടു ആൻഡ് ഫ്രോ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതെന്ത് മോഷനാണ്? അതൊരു സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. ടു ആൻഡ് ഫ്രോ വൈബ്രേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ മാത്രം നമുക്ക് പറയാൻ പറ്റും SHM ആണെന്ന് ഇല്ല. അപ്പം നമ്മളവിടെ ഓർക്കുക, ടു ആൻഡ് ഫ്രോ മോഷനോടൊപ്പം തന്നെ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊപ്പോർഷണലും ആയിരിക്കും, ഓപ്പോസിറ്റും ആയിരിക്കും. ആ ഒരു കണ്ടീഷനും കൂടെ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ടാണ് ടു ആൻഡ് ഫ്രോ പ്ലസ് ഈ ഒരു കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ടാണ് അവരെന്തായി മാറുന്നത്? SHM ആയിട്ട് മാറുന്നത്. ഓക്കെ, അന്നേരം അത് എപ്പോഴും ഓർത്തിരിക്കുക. അല്ലാതെ ടു ആൻഡ് ഫ്രോ മാത്രമല്ല കേട്ടോ, അത് ഫോഴ്സ് അവിടെ ഉണ്ടാകുന്ന ആ ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റിന് ഓപ്പോസിറ്റ് ആയിരിക്കും എന്ന് നമ്മൾ ആലോചിക്കുക. അടുത്തത് ഒരു ടൂണിങ് ഫോർക്ക്. നമ്മൾ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് നമ്മൾ ചെയ്തിട്ടുള്ളതല്ലേ ടൂണിങ് ഫോർക്ക്. ഇങ്ങനൊരു ഷേപ്പിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്. ഓക്കെ, പല പല ഫ്രീക്വൻസീസ് ഉള്ള ടൂണിങ് ഫോർക്കൊക്കെ ഇല്ലേ, നമ്മൾ ആ ടൂണിങ് ഫോർക്കൊക്കെ ഇങ്ങനെ റബ്ബർ വെച്ചിട്ടുള്ള ഒരു ഇത് വെച്ചിട്ട് സ്റ്റിക്ക് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് നമ്മൾ ചെവിയിലൊക്കെ വെക്കുമ്പോൾ നല്ല വൈബ്രേഷനൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലേ. ഓക്കെ, അപ്പോൾ ഈ ടൂണിങ് ഫോർക്കിൻ്റെ ഈ പാർട്ടിനെ നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ ഈ റബ്ബറിൻ്റെ ആ ഒരു ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ, റബ്ബർ വെച്ചിട്ടുള്ള, അത് സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ ഈ സംഭവത്തിലാണ് ഇന്ന് വന്ന് ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നത്. ഈ രണ്ട് പോർഷനിലാണ് നമ്മളിങ്ങനെ ബീറ്റ് ചെയ്യുന്നത്. അന്നേരമാണ് നമ്മളിങ്ങനെ ഒരു വൈബ്രേഷൻസ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഇതിനെ നമ്മൾ പ്രോങ്സ് എന്നാണ് കേട്ടോ പറയുന്നത്.
ഓക്കെ, ഇതും പ്രോങ്സ് ആണ്. അപ്പം ഒരു ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഈ പ്രോങ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് നമ്മളിങ്ങനെ ഈ ഒരു റബ്ബർ വെച്ചിട്ടുള്ള ഒരു സ്റ്റിക്കുണ്ട്, അത് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ബീറ്റ് ചെയ്യുന്നതാണ് നമ്മൾ എക്സൈറ്റ് ചെയ്യുക എന്നാണ് കേട്ടോ പറയുമ്പോൾ, എക്സൈറ്റിങ്. അപ്പം നമ്മൾ ഒരു ട്യൂണിംഗ് ഫോർക്കിൻ്റെ പ്രോങ്സിനെ നമ്മളൊരു റബ്ബർ ഹാമർ വെച്ചിട്ട് എക്സൈറ്റ് ചെയ്യുമ്പം അവരിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. അത് നല്ല വൈബ്രേഷനാണ്. നമ്മളിങ്ങനെ ചെവിയിലൊക്കെ വെക്കുകയാണെങ്കിൽ ഭയങ്കര സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വൈബ്രേഷൻസ് നമുക്ക് കാണാൻ പറ്റില്ല, നമ്മുടെ നേരത്തെ നമ്മുടെ ആ പെൻഡുലം പോലത്തെ അത്രയും വിസിബിൾ അല്ല, ബട്ട് നമുക്ക് ചെവിയിൽ വെക്കുമ്പോൾ ആ വൈബ്രേഷൻ നന്നായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഈ ട്യൂണിംഗ് ഫോർക്കിൻ്റെ വൈബ്രേഷനും എന്ത് തന്നെയാണ്, ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. പിന്നെ നമ്മളിപ്പോഴത്തെ വാച്ചിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ബാലൻസ് വീല്. അപ്പോൾ ആക്ച്വലി അവിടെ ഒരു ബാലൻസ് വീലിൽ അവർ ബാലൻസ് വീല് വൈബ്രേഷനാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് കേട്ടോ, ബാലൻസ് വീൽ ഓഫ് എ വാച്ച്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ യൂണിഫോം, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ ഒരു ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് നമ്മൾ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ നമ്മൾ ചെറുതായിട്ട് ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ടു ആൻഡ് ഫ്രോ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അങ്ങനെ ഒരു ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റിലേക്ക് യൂണിഫോം ആയിട്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഫീൽഡ് യൂണിഫോം എന്ന് പറയുമ്പോൾ ആ ഫീൽഡിൻ്റെ വാല്യൂ എന്ത് ചെയ്യരുത്, ചേഞ്ച് ചെയ്യരുത്. ഇപ്പം ഞാനൊരു 10 യൂണിറ്റ് വാല്യൂ ആണെങ്കിൽ 10 നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ടെസ്ലയാണ് കേട്ടോ യൂണിറ്റ്. അപ്പോൾ ഒരു 10 ടെസ്ല കൊടുക്കുകയാണെങ്കിൽ ആ ടെസ്ല വേരി ചെയ്യരുത്, അത് കോൺസ്റ്റൻ്റ് ആയിട്ട് 10 ടെസ്ല തന്നെ കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതൊരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. അപ്പോൾ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മാഗ്നറ്റ് ടു ആൻഡ് ഫ്രോ ആയിട്ട് ഓസിലേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഓസിലേഷനും എന്താണ്, SHM ആണ്. എക്സാമ്പിൾസ് തന്നിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ ചോദിക്കുകയാണ്, SHM ആണോ SHM അല്ലയോ, അപ്പം നമുക്കത് കറക്റ്റായിട്ട് പറയണം. അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, നമ്മളുടെ പ്ലാനറ്റിൻ്റെ റിവോൾവിങ്, പ്ലാനറ്റ് സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത് അത് SHM ആണോ അതോ പീരിയോഡിക് മോഷനാണോ? ഓക്കെ, അത് പീരിയോഡിക് മോഷനാണ്, കാരണം അത് ടു ആൻഡ് ഫ്രോ വൈബ്രേറ്റ് ചെയ്യുന്നില്ല. ഇനി ഒരു ട്യൂണിംഗ് ഫോർക്കിൻ്റെ എക്സൈറ്റ്മെൻറ്റോ, ഓക്കെ, അവിടെ ടു ആൻഡ് ഫ്രോയും ഉണ്ട്, അതിനോടൊപ്പം ഈ ഫോഴ്സ് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും, ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ അതൊരു SHM മോഷനാണ്. ഓക്കെ, അപ്പോൾ SHM എന്താണ്, അതിനെ കാറ്റഗറൈസ് ചെയ്യാനും എല്ലാം പഠിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. SHM നമ്മൾ ഇത്രയും പഠിച്ചത് ബേസ് ചെയ്ത് SHMൻ്റെ ഓരോ ക്യാരക്ടറിസ്റ്റിക്കും നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്യുവാണേ, ശ്രദ്ധിക്കണം കേട്ടോ. The motion of the particle is periodic. ഈ SHM ചെയ്യുമ്പം പാർട്ടിക്കിളിൻ്റെ മോഷൻ പീരിയോഡിക് ആണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചു, ഒരു ഫിക്സഡ് ഇൻ്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യുന്നു. സോ ദിസ് മോഷൻ ഈസ് എ പീരിയോഡിക് മോഷൻ. പിന്നെ അടുത്ത പോയിന്റ്, ഓസിലേറ്ററി മോഷനിൽ എന്ത് ചെയ്യുന്നു, പാർട്ടിക്കിൾ ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ് ചെയ്യുന്നു. അപ്പോൾ അത് എന്ത് മോഷനായി, ഒരു മീൻ പൊസിഷനിൽ നിന്നും ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ് ചെയ്യുന്നു. അപ്പോൾ അത് എന്ത് മോഷനായി, ഓസിലേഷൻ. സോ പീരിയോഡിക് മോഷനുമാണ്, ഓസിലേറ്ററി മോഷനുമാണ്, വിത്ത് എ കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എന്നുള്ള ഒരു ക്വാണ്ടിറ്റി നമ്മൾ പഠിച്ചില്ല. ഓക്കെ, നമുക്കത് പറയാം. ആൻഡ് ഫിക്സഡ് ഫ്രീക്വൻസി, ഫ്രീക്വൻസിയും ഫിക്സ്ഡ് ആണ്, ആംപ്ലിറ്റ്യൂഡും കോൺസ്റ്റൻ്റ് ആണ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ഇപ്പം നമുക്കെല്ലാം ഈ സ്പ്രിങ്ങിൻ്റെ ഇതിൻ്റെ കേസ് പെൻഡുലം വെച്ചിട്ട് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പെൻഡുലത്തിനെ ഞാനൊരു ചെറിയ ഫോഴ്സ് കൊടുക്കുമ്പം ഈ പെൻഡുലം എന്ത് ചെയ്യാൻ തുടങ്ങും, ജസ്റ്റ് മൂവ് ചെയ്യില്ലേ. അപ്പോൾ ഈ പെൻഡുലത്തിന് വേണമെങ്കിൽ ഇത്രയും മൂവ് ചെയ്യാം, ഈ പൊസിഷനിലെത്താം, വേണമെങ്കിൽ ഇത്രയും മൂവ് ചെയ്യാം. പക്ഷേ ഇത് കഴിഞ്ഞ് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പഠിച്ചില്ലേ, ഒരു എക്സ്ട്രീം പോയിന്റ് വരെ അത് എന്ത് ചെയ്യാൻ പറ്റൂ, മൂവ് ചെയ്യാൻ പറ്റൂ. അപ്പം നോക്കിയേ, അപ്പോൾ ഈ പെൻഡുലത്തെ ഈ ഒരു പൊസിഷനിൽ നിന്നും ഇപ്പോൾ അത് മാക്സിമം എത്തിയ പൊസിഷൻ ഇതാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ മാക്സിമം അതിന് പോയ ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ, ഇത്രയും ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ ആ ഒബ്ജക്റ്റിന് പോകാൻ പറ്റുകയുള്ളൂ. അതായത് മെയിൻ പൊസിഷനിൽ നിന്നും ഈ ബോബിനെത്തിയ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആംപ്ലിറ്റ്യൂഡ്. സോ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന് സംഭവിക്കുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ആംപ്ലിറ്റ്യൂഡ്. നമ്മുടെ സൗണ്ട് വേവിൻ്റെയൊക്കെ കേസിൽ നമ്മൾ ഈ ആംപ്ലിറ്റ്യൂഡ്, സൗണ്ട് വേവ്സിൻ്റെ കേസിൽ, പിന്നെ നമ്മൾ സാധാരണയായിട്ടുള്ളൊരു ട്രാൻസ്വേഴ്സ് വേവ്, നമ്മളിത് ട്രാൻസ്വേഴ്സ് വേവ് എടുക്കുന്നു, ഇങ്ങനത്തെ വേവ് എടുക്കുമ്പോൾ ഇത്രയും കൂടെ പെട്ടെന്ന് മനസ്സിലാവും. ഈ ഒരു വേവിൻ്റെ കേസിൽ ഇവിടെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് റെപ്രസെൻ്റ് ചെയ്താൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഈ വേവ് എത്തിയ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഇത്രയും അല്ലേ.
ഇത്രയല്ലേ അത് ട്രാവൽ ചെയ്ത മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ഈ പോയിന്റ് വരെ എത്ര ദൂരം, ഇത്രയും മീൻ പൊസിഷനിൽ നിന്നും, ഇത് അതിൻ്റെ സാധാരണ പൊസിഷൻ, അതിൽ നിന്നും അതിനെത്തിയ ഏറ്റവും മാക്സിമം പോയിന്റ് ഇതാണ്. ഈ വേവ് നോക്കിയേ, അതിൻ്റെ മാക്സിമം പോയിന്റ് ഇതല്ലേ, അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇവിടുത്തെ നോക്കിയേ, അതുപോലെ തന്നെ ഒരു ചെറിയ വാല്യൂ അല്ലേ ഡിസ്പ്ലേസ്മെൻറ്റ്. ബട്ട് ദ സെക്കൻഡ് വേവ്, ഈ വേവ് നമുക്ക് നോക്കുമ്പം ഇത്രയും ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ഈ വേവ് അല്ലേ കവർ ചെയ്തേ. അപ്പോൾ ഈ വേവ് ട്രാവൽ ചെയ്ത് ഇത്രയും മാക്സിമം ഡിസ്റ്റൻസിനെ അല്ലെങ്കിൽ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്നതാണ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് യൂഷ്വലി നമ്മൾ എന്തിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? മീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ കേസിലാണ്. ചെറിയ വേവൊക്കെ ആകുമ്പോൾ അതൊരു സെൻറ്റിമീറ്ററിലൊക്കെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. സോ സെൻറ്റിമീറ്ററോ മീറ്ററിലോ ഒക്കെ ആയിരിക്കും ആംപ്ലിറ്റ്യൂഡ് മെഷർ ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് എ ഡിസ്പ്ലേസ്മെൻറ്റിനെയും ഡിസ്റ്റൻസിനെയും എല്ലാം നമ്മൾ മീറ്ററിലല്ലേ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു SHMൻ്റെ കേസിൽ ഇതൊരു SHMൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് കേട്ടോ. കോൺസ്റ്റൻറ്റ് ആംപ്ലിറ്റ്യൂഡ് ഒരിക്കലും മാറില്ല. നമ്മൾ ആ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഇരിക്കുന്ന ഒരു സിമ്പിൾ പെൻഡുലത്തിൽ ചെറുതായിട്ടൊരു ഫോഴ്സ് കൊടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളിപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ ഇങ്ങനെ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു അത്രയും ഡിസ്റ്റൻസേ പോകും. നമ്മൾ പറഞ്ഞില്ല ആ എക്സ്ട്രീം പൊസിഷൻ കഴിഞ്ഞ് അത് പോകുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ അത് ഓസിലേഷൻ അല്ല. അപ്പോൾ ആ ഒരു ആംപ്ലിറ്റ്യൂഡ് ഇപ്പോൾ ഒരു 2 ആണ് ആംപ്ലിറ്റ്യൂഡ് എങ്കിൽ ത്രൂ ഔട്ട് ദ മോഷൻ ആ ആംപ്ലിറ്റ്യൂഡ് 2 ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ ഫ്രീക്വൻസി എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് ഇപ്പം നമുക്ക് കിട്ടുന്ന ഒരു ഫ്രീക്വൻസി 2 ഹെർട്സ് ആണെങ്കിൽ ആദ്യം നമുക്ക് 2 ഹെർട്സ് കിട്ടി, പിന്നെയും നമ്മൾ 2 ഹെർട്സ്, അപ്പോൾ കംപ്ലീറ്റ് മോഷനിൽ അത് 2 ഹെർട്സ് തന്നെ ആയിരിക്കും. ഫ്രീക്വൻസിയും മെയിൻറ്റെയിൻ ചെയ്യും. ഫ്രീക്വൻസിയും ഫിക്സ്ഡ് ആയിരിക്കും. ഈ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡും ഫിക്സ്ഡ് ആയിരിക്കും. അടുത്തത് റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്തിന് പ്രൊപ്പോർഷനാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദ മെയിൻ പൊസിഷനിൽ പ്രൊപ്പോർഷനാണ്. ഓക്കെ, നെക്സ്റ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പാർട്ടിക്കിൾ. ഫോഴ്സ് എന്തിനെ ഒപ്പോസ് ചെയ്യുന്നു? ഡിസ്പ്ലേസ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്യും. ഇവിടെ പ്രൊപ്പോർഷണൽ ടു എക്സ് ഇടുന്നതായിരിക്കും കറക്റ്റ്. കാരണം ഇക്വേഷനിൽ അവർ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും പ്രൊപ്പോർഷനല്ലേ. ഇവിടെ പറയുന്നു ആ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ത് ചെയ്യുന്നു? ഈ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇൻക്രീസിനെ കുറയ്ക്കുന്നു. അതായത് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റാണ്. ഇപ്പോൾ ഫോഴ്സ് എന്ത് ചെയ്യും? ആ ഡിസ്പ്ലേസ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്തിട്ടല്ലേ ഇരിക്കുന്നത്. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും എന്ത് ചെയ്യുന്നു? ഒപ്പോസ് ചെയ്യുന്നു. ഇനി ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനെ നമുക്ക് ഒന്നെങ്കിൽ സൈൻ വേവിൻ്റെയോ അല്ലെങ്കിൽ കോസ് വേവിൻ്റെയോ ടേമിലായിരിക്കും റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്നൊക്കെ കണ്ടുപിടിക്കുമ്പം നമുക്ക് മനസ്സിലാവും. നമ്മൾ ഒന്നെങ്കിൽ ഇവരെ ഒരു സൈനായിട്ടായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കോസിൻ്റെ ടേമിലായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക. നമ്മൾ ഈ സൈനും കോസും റെപ്രസെൻ്റ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ സൈനും കോസിനുമാണ് എൻറ്റയർ ലിമിറ്റിലും വാല്യൂ ഉള്ളത്. ഏത് പീരീഡ് ഇട്ട് കൊടുത്താലും ആ സൈനും കോസിനും മാത്രമേ വാല്യൂ ഉള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ കോട്ടോ ടാനോ അങ്ങനെയുള്ള വേറെ ഏതെങ്കിലും ട്രിഗണോമെട്രിക് കുസിക് ഏത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ യൂസ് ചെയ്താലും നമുക്കതിൻ്റെ വാല്യൂ എന്ത് ചെയ്യത്തില്ല. നമുക്കൊരു കുറച്ച് പീരീഡിൽ മാത്രമേ വാല്യൂ നമുക്ക് കിട്ടത്തുള്ളൂ. ചിലപ്പോൾ ഒരു കുറച്ച് റേഞ്ചിൽ മാത്രമേ നമുക്ക് കിട്ടൂ. പക്ഷേ എല്ലാ റേഞ്ചിലും നമുക്ക് ആപ്ലിക്കബിൾ ആവണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ സൈൻ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? കോസ്. രണ്ടിനെ സമ്മായിട്ട് എഴുതില്ല. എ സിംഗിൾ ഹാർമോണിക് ഫംഗ്ഷൻ ഓഫ് സൈൻ ഓർ കൊസൈൻ. ഒന്നെങ്കിൽ അവരെ നമ്മൾ സൈനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? കോസായിട്ട്. കോസിൻ്റെ മറ്റൊരു പേരാണ് കേട്ടോ കൊസൈൻ. അപ്പോൾ സൈനോ കൊസൈൻ്റെയോ ടേംസിലായിരിക്കണം നമ്മൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനെ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ നോക്കി, സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ നമ്മൾ നോക്കി. F = -kx ഓർ A = A proportional to -x. ഈ 2 രീതിയിലുള്ള ഇക്വേഷൻസ് നമ്മൾ നോക്കി. നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ഇനി ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഡെറിവേറ്റീവ് ഒക്കെ കാണും. അപ്പം നിങ്ങൾ ഈ ഒരു ഡെറിവേഷൻ ഫുള്ള് പഠിക്കണ്ട കേട്ടോ. ഞാൻ കുറച്ച് ടോപ്പിക്ക് എഴുതിയേ ഉള്ളൂ. ആ ഡെറിവേഷനിലോട്ട് നമുക്ക് ഫുള്ള് പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത് ഒരു ഇക്വേഷൻ ഉണ്ട്. ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അത് സിമ്പിൾ ഹാർമോണിക് ആണോ സിമ്പിൾ ഹാർമോണിക് അല്ലയോ എന്ന് നമുക്കത് ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ SHMൻ്റെ ഇക്വേഷൻ, ബേസിക് ഇക്വേഷൻ F = -kx വെച്ചിട്ട് ചെയ്യാം. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന ഡെറിവേഷൻ ആരും പഠിച്ചു വെക്കണ്ട, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഒരു ഫൈനൽ ഇക്വേഷൻ ഉണ്ട്, ഒരു ബോക്സിലാക്കി ഞാൻ തരാം. അത് പഠിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ,
നമുക്ക് എഫ് ഈക്വൽസ് മൈനസ് കെ എക്സ് എന്നാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഈ മൈനസ് കെ എക്സ് ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവന്ന് എഫ് പ്ലസ് കെ എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ എഫിന് നമുക്കറിയാം എം എന്ന് എഴുതിക്കൂടെ? എം എ പഠിക്കേണ്ട അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളേ, പിന്നെ ഡൗട്ട് വരാതിരിക്കാം. ഓക്കെ, അപ്പോൾ എ നമുക്ക് ആക്സിലറേഷന് നമുക്കിപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിന് നമ്മൾ എക്സ് റെപ്രസെൻ്റ് ചെയ്താൽ നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ആണെങ്കിൽ നമുക്ക് വെലോസിറ്റിയെ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് എഴുതിക്കൂടെ? സോ ഡി എക്സ് ബൈ ഡി ടി എന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആക്സിലറേഷനെ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്നും റെപ്രസെൻറ്റ് ചെയ്യാം. കാരണം നമ്മൾ വെലോസിറ്റിയെ ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ കിട്ടും. ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ആണ്, വെലോസിറ്റിയെ ഡി എക്സ് ബൈ ഡി ടി, ആ വെലോസിറ്റി ഒന്നും കൂടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ആക്സിലറേഷൻ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. അപ്പോൾ ഇവിടെ എം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ എക്സ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഈ എമ്മിനെ ഞാൻ ഓരോ ടേം കൊണ്ടും ഡിവൈഡ് ചെയ്യുവാണേ. ഫസ്റ്റ് ടേമിനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ടേമിനെ ചെയ്യുമ്പം കെ ബൈ എം എന്ന് കിട്ടും. എക്സ് ഈസ് ഈക്വൽ ടു 0. ഈ കെ ബൈ എമ്മിന് ഒമേഗ എന്ന് പറഞ്ഞ ഒരു ടേം നമ്മൾ കൊടുക്കുന്നു. ഒമേഗ സ്ക്വയർ എക്സ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 0. സോ ഇതാണ് ഒരു എസ് എച്ച് എമ്മിൻ്റെ കേസിലെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 0. ഇതാണ് ഒരു എസ് എച്ച് എമ്മിൻ്റെ കേസിലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുമ്പം അതിനകത്തൊരു ഡെറിവേറ്റീവ് ടേം നമ്മൾ കണ്ടിരിക്കണം. അപ്പോൾ ഇവിടെ ഡെറിവേറ്റീവ് ടേം ഉണ്ടല്ലോ, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയറിനുകൊണ്ട് ഒരു ഡെറിവേറ്റീവ് ടേം ഉണ്ട്. ഒമേഗ സ്ക്വയർ എക്സ് പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈസ് ഈക്വലൻ ടു 0. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 0. ഇതാണ് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ കിട്ടി, നമ്മൾ ശ്രദ്ധിക്കുക. കെ ബൈ എം, കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താ? സ്പ്രിങ് ഫാക്ടറാണ്, അല്ലെ ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണ്. ഫോഴ്സ് കോൺസ്റ്റൻറ്റിനെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത ക്വാണ്ടിറ്റിക്ക് നമ്മൾ എന്താണ് കൊടുത്തത്? ഒമേഗ സ്ക്വയർ. അതായത് വേണ്ടാത്ത കേട്ടോ, നേരത്തെ ഡെറിവേഷൻ്റെ ഇപ്പോൾ ഇത് വേണ്ട. നമുക്ക് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ ബൈ എം എക്സ് ഇസ് ഈക്വൽ ടു, അപ്പം നമ്മൾ ഈ കെ ബൈ എമ്മിന് നമ്മൾ ഒമേഗ സ്ക്വയർ എന്നല്ലേ പറഞ്ഞേ? അപ്പോൾ ഒമേഗ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് കെ ബൈ എം ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ ശ്രദ്ധിച്ചിരിക്കുക. ഒമേഗ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് കെ ബൈ എം. അപ്പോൾ ഈ ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ ഫ്രീക്വൻസിയാണ്. അതായത് നമ്മളിപ്പം റൊട്ടേഷണൽ ഡൈനാമിക്സിലോട്ട് വരുമ്പോൾ ഉള്ള ഫ്രീക്വൻസിയാണ്. അതായത് ഒരു ഒബ്ജക്റ്റ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പല ക്വാണ്ടിറ്റീസ് വേരി ആവും. ഇപ്പം നമ്മളൊരു ഒബ്ജക്റ്റിന് ഇപ്പം നേരെ ഒരു ഒബ്ജക്റ്റ് ഡിസ്പ്ലേസ് ചെയ്യുവാണെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആവും. അപ്പം നമ്മളിപ്പോൾ സാധാ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ എസ് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് പക്ഷേ അത് തീറ്റയായിട്ട് മാറും. അങ്ങനെ ഒരു ആംഗുലാർ ക്വാണ്ടിറ്റി ഉണ്ട് എല്ലാ ഒബ്ജക്റ്റിനും, ആ ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഒരു കേസിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ സാധാ ഫ്രീക്വൻസി നമ്മൾ ഓൾറെഡി പഠിച്ചു. ഫ്രീക്വൻസി എന്താണ്? ഫ്രീക്വൻസി നമ്മൾ നമ്പർ ഓഫ് വൈബ്രേഷൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഫ്രീക്വൻസി. അതിൻ്റെ യൂണിറ്റ് നമ്മൾ ഹെഡ്സ് ഒക്കെ പഠിച്ചു. പക്ഷേ ഇനി ഈ ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ റൊട്ടേഷണൽ അനലോഗ് എടുക്കുമ്പം നമ്മൾ ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞൊരു ടേം എടുക്കും. അപ്പോൾ ഇവിടെ ആംഗുലാർ ഫ്രീക്വൻസി, നമ്മൾ ആംഗുലാർ ഫ്രീക്വൻസിയും സാധാരണ ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ 2πf. ഒമേഗ ഈസ് ഈക്വൽ ടു 2πf. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒമേഗ ഈസ് ഈക്വൽ ടു 2πf. ഒമേഗ ഈസ് ഈക്വൽ ടു ന്യൂവിൻ്റെ ആ ഒരു എൻഡിൽ ഇങ്ങനെയുള്ള ഒരു ഇത് ഇവിടെയുണ്ട് കേട്ടോ. ഒമേഗ ഈസ് ഈക്വൽ ടു 2πf. എഫ് സാധാരണ ഫ്രീക്വൻസിയാണ് 2. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? നമ്മൾ ഫ്രീക്വൻസിക്ക് വേറൊരു ടേമും പഠിച്ചല്ലോ. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1 ടൈം പീരീഡ്. സോ ഒമേഗ ഈസ് ഈക്വൽ ടു 2π/t. ഒമേഗ ഈസ് ഈക്വൽ ടു 2π/t എന്നുള്ള ഒരു ഇക്വേഷൻസും ഉണ്ട്. ഒമേഗയുടെ കേസിൽ ഒമേഗയുടെ യൂണിറ്റ്
റേഡിയൻ പെർ സെക്കൻഡ് ആണേ. നമ്മൾ ഫ്രീക്വൻസിയുടെ കേസിൽ സൈക്കിൾസ് പെർ സെക്കൻഡ് അല്ലേ, ഇതിപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പം റേഡിയനാണ് വരുന്നത് ആംഗിളിൻ്റെ കേസ് വരുമ്പോൾ. അപ്പോൾ ഒമേഗയുടെ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് ആണ്. ഒമേഗയുടെ ഇക്വേഷൻ 2πf അല്ലെങ്കിൽ 2π/t, ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒമേഗ എന്ന് പറയുന്നത് കെയുടെയും എമ്മിൻ്റെയും എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യുക, അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുന്ന വാല്യൂ ആയിരിക്കും ഒമേഗ. മനസ്സിലായോ ഇത്രയും? ഓക്കെ, അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമുക്ക് സോൾവ് ചെയ്യാം. നമ്മൾ അത്രയൊന്നും പോകണ്ട, നമ്മൾ ജസ്റ്റ് അതിൻ്റെ സൊല്യൂഷൻ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ സൊല്യൂഷൻ നമുക്ക് ഡിറൈവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റി ഇവിടെ വേരി ചെയ്യുന്നത് എക്സ് അല്ലേ, അപ്പോൾ ഈ എക്സ് ആയിരിക്കും നമ്മൾ ഇതിൻ്റെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഫൈനൽ കിട്ടുന്നത് എക്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ഒരു SHMനെ ഒന്നെങ്കിൽ സൈൻ്റെ ടേമിൽ അല്ലെങ്കിൽ കോസിൻ്റെ ടേമിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഒന്നെങ്കിൽ എ കോസ് omega t plus phi 0 or ഈ രണ്ട് ഇക്വേഷനും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. എക്സ് ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ 0 ഓർ എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ 0. ഇത് എന്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ്? എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ആ വേവിനുണ്ടാവുന്ന ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, ഒരു പെൻഡുലം നമ്മൾ എടുക്കുമ്പം SHMന് എപ്പോഴും നമ്മൾ ഈ സിമ്പിൾ പെൻഡുലമാണ് അതിൻ്റെ ഒരു ബേസിക് എക്സാമ്പിൾ ആയതുകൊണ്ടാണ് കേട്ടോ എപ്പോഴും ഈ SHM ഈ നമ്മൾ പെൻഡുലം തന്നെ പറയുന്നത്. അപ്പോൾ ഈ ഒരു പെൻഡുലത്തിൻ്റെ കേസിൽ നമ്മൾ ഈ പെൻഡുലത്തിലുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഈ ഒരു പൊസിഷനിലോട്ടാണ്. അപ്പോൾ ഈ പെൻഡുലത്തിൻ്റെ കേസിൽ നമ്മളിപ്പോൾ ഈ ഒരു പൊസിഷനിൽ നിന്നും അതിന് ഈ ഒരു പൊസിഷനിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യുന്നില്ലേ, അപ്പോൾ ഇത്രയും അതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ലേ, അപ്പോൾ എത്രമാത്രം ഇത് ഡിസ്പ്ലേസ് ചെയ്തു എന്നുള്ള ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഇതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്നും കണ്ടെത്തുന്നത്. അപ്പം നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും ഒന്നെങ്കിൽ എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ 0 ഓർ എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ 0. രണ്ട് രീതിയിലും എഴുതാം, പ്രശ്നമില്ല കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ നോക്കുന്ന റെഫറൻസ് ടെക്സ്റ്റിലൊക്കെ എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ 0 ആയിരിക്കും. നമ്മളുടെ NCERT ടെക്സ്റ്റിൽ എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ 0 ആണ്. ബട്ട് കോമ്പറ്റേറ്റീവ് എക്സാമിന് എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ 0 കൊടുക്കും. രണ്ടും അത് ഈക്വൽ ആണ്. ഇപ്പം നമ്മൾ ഒരു വേയിൽ മാത്രമേ കുട്ടികൾക്ക് കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ ഒരു വേയിൽ മാത്രം റെപ്രസെൻറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, എക്സിന് എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ 0 ഓർ എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ 0. രണ്ട് ഇക്വേഷനും ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ എ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു, എ റെപ്രസെൻറ്റ് ആംപ്ലിറ്റ്യൂഡ്. ഒരു ഒബ്ജക്റ്റിന് ഉണ്ടാകുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ആംപ്ലിറ്റ്യൂഡിനെയാണ് എ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒമേഗ നമ്മളിപ്പോൾ പഠിച്ചു. ഒമേഗ എന്താ പഠിച്ചത്? ആംഗുലാർ ഫ്രീക്വൻസി ആണ്. ഒരു ഒബ്ജക്റ്റിന് ഉണ്ടാകുന്ന ആംഗുലാർ ഫ്രീക്വൻസി ആണ്. യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് ആണ്. നമ്മൾ ഇവിടുത്തെ കേസിൽ ഒമേഗയുടെ വാല്യൂ √k/m ആണ്. ഓക്കെ, അടുത്ത ക്വാണ്ടിറ്റി ടി ആണ്, ടൈം. അതായത് ഈ ഒരു മോഷൻ നടക്കാൻ എത്രമാത്രം സമയം വേണം എന്നുള്ള നോർമൽ നമ്മുടെ ടൈം. ഫൈ 0 എന്ന് പറയുന്നത് ഇനീഷ്യൽ ഫേസ് ആണ്. അതായത് ഇപ്പോൾ ഈ ഒബ്ജക്റ്റ് തുടക്കത്തിലിരിക്കുമ്പം അതിൻ്റെ ഫേസ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും അതിനൊരു ഫേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒബ്ജക്റ്റ് അല്ലേ, ഇപ്പോൾ നമ്മളെല്ലാം മെയിൻ പൊസിഷനിലാണ് പറയുന്നത്. ചിലപ്പോൾ ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ എന്തെങ്കിലും ഒരു മോഷനിലായിരിക്കും. അപ്പോൾ അത് എത്രമാത്രം ഫേസ്, ഇതൊരു ആംഗിളിനെയാണ് കേട്ടോ കാണിക്കുന്നത്. ഈ ടേം മൊത്തത്തിൽ, അതായത് ഈ നമ്മളിപ്പോൾ ഈ കോസ് തീറ്റ സൈൻ തീറ്റ എന്നൊക്കെ പറയുമ്പോൾ ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ അല്ലേ, ഇത് മൊത്തത്തിൽ ആംഗിൾ ടേം ആണ്. ഈ ഫൈ 0 എന്ന് പറയുന്നത് ഇനീഷ്യൽ ഫേസ് ആണ്. അതായത് ഇനിഷ്യലി അത് എത്രമാത്രം ഒരു ആംഗിളിലാണ് ആ ഒബ്ജക്റ്റ് ഇരുന്നത്. നമ്മളിങ്ങനെ പൊസിഷനിൽ ഇരിക്കുന്നു എന്ന് പറയും, ചിലപ്പോൾ ഒബ്ജക്റ്റ് ഇങ്ങനെ ആയിരിക്കാം ഇരിക്കുന്നത്. അപ്പോൾ അത്രയും എത്രമാത്രം അത് ഡിസ്പ്ലേസ്ഡ് ആയി, ഈ വാല്യൂ ആയിരിക്കും ആ കേസിൽ ഫൈ 0. അപ്പോൾ എത്രമാത്രമാണ് അതിൻ്റെ ഇനിഷ്യൽ ഫേസ്, അല്ലെ എത്ര ആംഗിളിലാണ് ആ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, അതാണ് ഈ ഇക്വേഷൻ. അപ്പോൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ d²x/dt² പ്ലസ് ω²x = 0. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റിനെ നമുക്ക് ഒന്നെങ്കിൽ a cos
ഒമേഗ ടി പ്ലസ് 5 എന്നോ അല്ലെങ്കിൽ എ സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്നോ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ.